എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ് കിഴി റിയാക്ഷനാണ്. ഭ്രമയുഗം. ഭ്രമയുഗം സിനിമയുടെ 2 പോസ്റ്റേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ സംഭവം അതങ്ങ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. എക്സ്പീരിയൻസ് ഭ്രമയുഗം ഓൺലി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാട്ടോ. ആൾറെഡി നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഒരു ദൃശ്യവിസ്മയം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് കാണാം. നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ? തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല കേട്ടോ, ടിവിയിൽ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ എന്തായാലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. ഇതിന്റെ വേറൊരു പ്രത്യേകത, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. വേറൊരു കാര്യമുണ്ട്, പണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണുന്ന പോലെ ആയിരിക്കില്ല ഈ സിനിമ തിയേറ്ററിൽ. അതിന്റെ സൗണ്ട് കൊണ്ടും അങ്ങനത്തെ കുറെ ടെക്നിക്കലി സംഭവം ഉണ്ടല്ലോ. കാലം മാറിയില്ലേ, സ്ക്രീൻ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുള്ളൂ, ബാക്കിയെല്ലാം പുതിയ ഇത് സംഭവങ്ങളാണല്ലോ വരുന്നത്. അല്ലേ, ഈ ഒരു സിനിമയുടെ പ്രമേയം വെച്ചിട്ട് ഇതൊരു ഹൊറർ സിനിമയാണല്ലോ, ഹൊറർ ജോണറിൽ വരുന്നത്. അപ്പോൾ ഈ മസനഗുഡി എന്നുള്ളതേ ശ്മശാനഗുടി വഴി മനക്കല്ലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഇതിനെ വെച്ച് പറയുമ്പോൾ അത് കറക്റ്റ് ആണ്. ശ്മശാനഗുടി വഴി പിന്നെ തീർച്ചയായിട്ടും മനക്കല്ലേക്ക്. അതെ, എന്തായാലും പോസ്റ്ററിലേക്ക് വരാം. ഓക്കെ, സിദ്ധാർത്ഥും അർജുന അശോകനും ഒരു കുളത്തിന്റെ കടവിലാണോ അതോ പുഴയുടെ സൈഡിലാണോ? അത് 2 രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് അങ്ങോട്ട് കാണുന്നത് വലിയ ഒരു പുഴയുടെ, അതായത് ഓളം വെട്ടുന്നതാണ് കാണുന്നത് അല്ലേ, ആ ഒരു ഓളം. അതെ, പക്ഷെ ഇതൊരു കുളമായിട്ടാണ്. ഇത് 2 രീതിയിൽ വർക്ക് ചെയ്താണെന്ന് തോന്നുന്നു. അതായത് ആ വലിയ വേവൊക്കെ കണ്ടിട്ട് അത് വലിയൊരു പുഴയാണ് അങ്ങോട്ട്, പക്ഷെ ഇവർ 2 പേരും ഇരിക്കുന്നത് കുളത്തിന്റെ പക്കത്താണ്. ഇത് സംഭവം സത്യം. എനിക്കൊന്നും എന്താ അറിയോ, ഈ ചെറിയ പുഴകൾ കല്ല് കെട്ടിയിട്ടുള്ള, പക്ഷെ കല്ലല്ല, നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം കെട്ടുന്ന പടമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്നുള്ളൂ. പുഴ തന്നെ ആയിരിക്കണം മേ ബി, അതന്നെ. അല്ലാണ്ട് കുളം ആകുമ്പോ അത്രയും എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അതായത് ഈ ഓളം വലിയ അത് ശരിയാണോ, അതങ്ങ് വർക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. അതല്ല, മനയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങേണ്ട ഒരു സംഭവം അല്ലെ, പുറത്ത് പോകുന്നില്ലല്ലോ അവര്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപായിരിക്കും, മനയിലേക്ക് എത്തുന്നതിന് മുൻപ്. മേ ബി ഉണ്ടാവാം, മനയിലേക്ക് എത്തുന്നതിന് മുൻപാവാം. പക്ഷേ അത് പുഴ മറ്റൊരു ഫോട്ടോയും ഇവരിയ്ക്കുന്നത് മറ്റൊരു ഫോട്ടോയായിട്ട് വർക്ക് ചെയ്താലും ഓക്കെയാണ്. നമ്മൾ ഇത് ഒറ്റന്നായിട്ട് കാണുമ്പോഴാണ്. കാരണം എന്താണെന്നറിയോ, ആളുടെ കാല് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്, അതായത് സിദ്ധാർത്ഥിൻ്റെ. പിന്നെ 2 പേരും നനഞ്ഞിട്ടുണ്ട്, നനഞ്ഞ് തണുത്ത് ഒരു വിറയലോടെയാണ് അർജുന അശോകൻ ഇരിക്കുന്നത് പടവിൽ. പക്ഷേ ആള് കാല് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു വേവ് കണ്ടിട്ട്, തരംഗം ഉണ്ടല്ലോ, അത്രക്ക് വലുതൊന്നും അങ്ങോട്ട് പോകേണ്ട സാഹചര്യമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നുള്ളത് ഉറപ്പിച്ചു. സംഭവം എന്തായാലും 2 പേരുടെയും ലുക്ക് നമ്മൾ ആൾറെഡി കണ്ടിട്ടുള്ള ആ ലുക്ക് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതാണ്. യെസ്, എന്താ ചിരിയില്ലേ, സൂപ്പർ. ആ വിളക്കൂതുന്നതിന്റെ മുന്നേ ഉള്ളൊരു ചിരി ഉണ്ടല്ലോ എൻ്റെ മോനെ. ഇത് പോയി, അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങില്ലേ, അപ്പൊ ഉണ്ടായിരുന്നത് ചിരി അതുക്കും മേലും ഭീകരമായിട്ടുള്ള മാരക ചിരി ആട്ടത്. ചിരി എനിക്ക് തോന്നുന്നു ഇത് വേറെ രീതിയിൽ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടുള്ള സാധനം, ഒരു നോർമൽ ചിരി അല്ല, അങ്ങനത്തെ ഒരു സാധനം ഒന്നും ആയിരിക്കൂല. മോനെ, മുഖവും പല്ലിന്റെയും ആ ഒരു പിടുത്തം കാണുമ്പോ അറിയാൻ പറ്റുന്നുണ്ട്, ചിരിക്കുന്ന രീതി അല്ലെങ്കിൽ ശൈലി വേറൊരു ഇതിലായിരിക്കും. എന്തല്ലേ, കറ പിടിച്ച പല്ലും തുറന്നുള്ള ചിരിയും കണ്ണിലൊക്കെ ഉള്ള ഒരു സാധനം കണ്ടോ, ഈ ചങ്ങാനെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഒരു പല്ല് ചലിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും. യെസ്, എന്തായാലും ഇതിൽ ടോട്ടലി മെയിനായിട്ട് അഭിനയിക്കുന്ന 4 പേരും ഉണ്ട്. അതായത് അമാൽഡ നേക്കഡാണല്ലോ. ആണല്ലോ, ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് അതാണ്. അതിനുശേഷം ഞാൻ മമ്മൂക്കയുടെ ചിരി ശ്രദ്ധിച്ചിട്ടുള്ളൂ. ശ്മശാനകുട്ടി വഴി ഊട്ടിയിലേക്കോ വരിക്കാശ്ശേരി മനയിലേക്കോ ഒക്കെ പോവാം. ഓക്കെ, എന്തായാലും അമാൽഡ, ഇതിനു മുൻപ് അമാൽഡയുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റർ അവർ പുറത്തുവിട്ടെ. അതിൽ താഴേക്കുള്ള ഒരു തുണി, ഒരു പ്രത്യേക തരം ഒരു തുണി, ഒരു രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു. അല്ലാതെ മുകളിലേക്ക് അപ്പോഴും ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അന്നത്തെ പഴയ കാലത്തെ മുണ്ടുടുക്കുന്ന ശൈലിയിലുള്ള ഒരു സംഭവം, മറച്ചിരിക്കുന്നത് 2 സൈഡിലേക്കും മുടി അഴിച്ചിട്ടിട്ടാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ആളുടെ
ഷോൾഡറിൽ എന്തോ ഒരു ചിഹ്നം പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. പച്ച കുത്തിയതാണെന്ന് അറിഞ്ഞൂടാ, എന്തോ ഒരു മുറിപ്പാട് പോലെ. ഇത് മറ്റേതാ പഴയലേക്ക് കൊണ്ടുവന്ന വസൂരി പിടിച്ചതിന്റെ അതിന് മറ്റേ ഇത് ചെയ്യുന്നതല്ലേ, ഒരു ഇത് ചെയ്യില്ലേ, ആ ഒരു സംഭവം തോന്നുന്നു, അറിഞ്ഞൂടാ. ഓക്കെ. പിന്നെ അർജുന അശോകൻ കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് കണ്ടിട്ടില്ല ടോളിയാ, കത്തിയും കൊണ്ട് നിൽക്കുന്നത്. ഇത് ലുക്കില് ചെറിയൊരു മാറ്റല്ലേ സിദ്ധാർത്ഥം. അത് മാത്രല്ല രണ്ടുപേരും കുറച്ച് പേടി മാത്രല്ല, അതായത് ഇനി പേടിച്ച് നിൽക്കണ്ട, ഇനി അങ്ങ് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് പോരാടാൻ. പക്ഷെ എനിക്ക് അർജുന അശോകന്റെ ഫേസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, കൊന്നിട്ടാണെങ്കിൽ. അതെ, ഞാൻ അർജുന അശോകന്റെ കാര്യം, മറ്റേ സിദ്ധാർത്ഥിന്റെ ശരിക്കും സിദ്ധാർത്ഥ് പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അതിലേക്ക് വരാം. അർജുന അശോകന്റെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇതുവരെ കണ്ടത് പേടിച്ച് മാറി പാവമായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ, 2 രീതിയിലാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ പോരാടാൻ ഉറച്ച് തീരുമാനമാക്കി തരടാ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പോരാട്ടത്തിന്റെ ഒരു കഥ കൂടി ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും, രക്ഷപ്പെടണമല്ലോ. അതെ, രക്ഷപ്പെടുമോ എന്നുള്ളത് എന്നുള്ളത് വേറെയുള്ള കാര്യം. പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ഇതിലൊരു വലിയ മുഖം കാണുന്നില്ലേ, അതിലാ ചിരിയില്ലേ, ആ ചിരിയുള്ള ആളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. അതെ, അതിനകത്ത് പിന്നെ മനേന്റെ ആ ഒരു സൈഡും കാണിക്കുന്നുണ്ട്. അതെ, ബാക്കില് മനയുടെ പൊളിഞ്ഞാടി കിടക്കണം അല്ലേ. ഈ സിദ്ധാർത്ഥ് കുറച്ച് ഏജ്ഡായിട്ട് ഫീൽ ചെയ്യുന്നില്ലടാ. ഏജ് എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇതായതുകൊണ്ട് തോന്നുന്നതാ, ആണല്ലേ, കളറിങ്ങിന്റെ സംഭവം. എനിക്കത് കണ്ടിട്ട് ആള് കുറച്ച് ഏജായിട്ട് വയസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല അത് സംഭവമൊന്നുമില്ല. അത് ഈ ലൈറ്റും ഇതെല്ലാം കൂടി കൊടുക്കുമ്പോഴേ അതിന്റെ തലമുടിയൊക്കെ നരസായിട്ട് നമുക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്ന, അല്ലാണ്ട് പ്രായം ഒരു ഇതല്ല. നമ്മൾ ട്രെയിലർ മറ്റേ ടീസറിൽ കണ്ടതല്ലേ, ഏജ് ആയിട്ടൊന്നുമില്ല. എനിക്ക് സംഭവം എന്തായാലും ഒരു ലൂപ്പ് രീതിയിലും കൂടി സിനിമ പറയുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു റൂമർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സംഭവം ഈ ഒരു ഏജ് ക്യാരക്ടർ ആയിട്ട് ഇതിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്, എൻ്റെ ഒരു അഭിപ്രായം. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അത് ആ ലൈറ്റിന്റെ ആ ഒരു തീ പിടിക്കുന്നതിന്റെ അതിന്റെ വെളിച്ചം വന്നടിക്കുമ്പോൾ ആ ഒരു കളർ മാറിയതുപോലെ തോന്നുന്ന സംഭവമാണ്. അതെ, അതായത് നമ്മളിപ്പോൾ ആ പടവിലിരിക്കുന്നത് കാണിച്ചു, അതിൽ അങ്ങനെ ഏജ് ഫീൽ ചെയ്യുന്നില്ല, ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ ഇതിൽ ഏജ് ഉള്ളതായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സംഭവം എന്തായാലും ചൂട്ടൊക്കെ പിടിച്ച് ഒരു ഇരുട്ടറയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്ന ടീസറിലുള്ള സംഭവം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതായത് അർജുന അശോകനും പറയുന്നതും ആ സമയത്ത് ചൂട്ടും പിടിച്ച് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സാധനം തന്നെയാ തോന്നുന്നു. എന്താണെങ്കിലും പോസ്റ്റർ ഗംഭീരാട്ടോ, എല്ലാരും ഒരുമിച്ചുള്ള ഒരു പോസ്റ്റർ ഗംഭീരമായിട്ടുണ്ട്. ഇത് സംഭവം മമ്മൂക്കയാണ് ഇത് സ്റ്റോറി ഇട്ടുള്ളത്, അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല അല്ലേ? നമ്മള് ഇത് റിയാക്ഷൻ ചെയ്യുന്നത് വരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി വന്നു അറിഞ്ഞുകൂടാ. അതെ, എന്തായാലും ചെയ്യാൻ തുടങ്ങുന്ന സമയം വരെ വന്നിട്ടില്ല. അതെ, എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നൈസ്. ഇതൊരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. മമ്മൂക്കയുടെ ആ ചിരിയൊക്കെ വെച്ച് എൻ്റെ മോനെ പേടിപ്പിക്കാനല്ലോ, അല്ലെ പിന്നെ ഹൊറർ എന്ന് പറയുന്നത്. പേടിപ്പിക്കണ്ട, പേടിപ്പിച്ച് കൊല്ലുവോ? അത് നോക്കിയാ ജീവനോടെ പോരുവോ? ഭൂതകാലം കണ്ട് പേടിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നീ പേടിക്കൂലടാ. പക്ഷെ എനിക്കത് ഭയങ്കര വൈബായിരുന്നു, അങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ. പേടിച്ചില്ല, ചെറിയൊരു ഭയമൊക്കെ തോന്നി. പേടിക്കാണല്ലോ ഈ രോമാഞ്ചം വരുന്നത്, പേടിക്ക് വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണും, എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അഭിമാന നിമിഷം, ഇതിനൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രത്യേക സാധനം ഉണ്ടായിരുന്നു ആ സമയത്ത്. മതി, എന്തെങ്കിലും ഉണ്ടായാൽ മതി, അതുണ്ടാവും. ഈ രോമാഞ്ചം സിനിമ അല്ലേ നമ്മുടെ വമ്പൻ ഹിറ്റായ, അതില് പ്രേതത്തിന്റെ ആ ഒരു എഫക്ട് വരുമ്പോ അതിനാണ് ഈ രോമാഞ്ചം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി രോമാഞ്ചം ഉണ്ടാവും. അതെ, ഡയലോഗ് ആ സമയത്ത് അതിന്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ള മെയിൻ കാര്യം അതായിരുന്നു. ചില സമയത്ത് നമുക്ക് അറിയാണ്ട് രോമാഞ്ചം ഉണ്ടായിപ്പോ, പേരിനനുസരിച്ചുള്ള ഒരു സിനിമ. അതുപോലെ തന്നെ പേടിപ്പിക്കാനുള്ള എല്ലാ സംഭവവും ഇതിനകത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.